ഹായ് ബഡീസ്, സോറോ 97 വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഈ ചാനൽ വ്ലോഗ് ഇടാൻ പോകുന്നത്. അപ്പം കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം, നമുക്ക് റെഡിയാക്കാം. അപ്പൊ നമുക്ക് നേരിട്ട് വ്ലോഗിലേക്ക് പോകാം. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അങ്ങനെ ഞാനും രണ്ട് ഫ്രണ്ട്സും കൂടെ ചേർന്ന് പുറത്തുനിന്ന് കറങ്ങാൻ പോകാനാണ് പ്ലാൻ. കാരണം ഇന്ന് തിങ്കളാഴ്ച ഞങ്ങളുടെ ഓഫ് ഡേ ആണ്. അങ്ങനെ രാവിലെ തന്നെ പോയി ഒരു ചായ കുടിച്ച് തുടങ്ങാമെന്ന് വെച്ചു. ചെസ് നമ്പർ 1 ജിസ്മോൻ, ഇവൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാര്യം നമ്മളിപ്പോൾ ലാസ്റ്റ് ഇറക്കിയ എല്ലാ വീഡിയോസിലും ഇവൻ എൻ്റെ കൂടെ ഉണ്ട്. ചെസ് നമ്പർ 2 ശരത്. ഈ ശരത് ആൾ കുറച്ച് ഇൻവെർട്ടറാണ്. ഇപ്പം തന്നെ 5 സെക്കൻഡേക്ക് മാത്രം മതി പറഞ്ഞാൽ അവനെ തലേന്ന് കാണിച്ച് ചിരിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ടാക്സി കിട്ടി, ഞങ്ങൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അബുദാബി സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ഒടുവിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് മദീന സൈഡ് ഷോപ്പിംഗ് സെൻ്ററിലാണ്, അബുദാബി. രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഈച്ച പോലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങൾ കാര്യമാക്കില്ല. ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഷോപ്പിംഗ് തുടങ്ങി. ഫസ്റ്റ് ഞങ്ങൾ പോയത് ലുലുവിലാണ്. ലുലു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് 2 വർഷം വർക്ക് ചെയ്തൊരു സ്ഥലം കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലമാണ്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലേക്കാണ്. കാര്യം ജിസ്മ വന്നപ്പോഴേ പറഞ്ഞാൽ അവന് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വേണമെന്ന്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് കത്തി വാങ്ങാൻ. കാര്യം നമുക്ക് ഈ ഫ്രൂട്ട്സ് സാധനം ഉണ്ടാക്കാൻ കത്തി ഒന്നിരിപ്പില്ല റൂമിൽ. അങ്ങനെ പുതിയൊരു കത്തിയൊക്കെ വാങ്ങിച്ച് നൈസ് ഷോയൊക്കെ കാണിച്ചിട്ട് നേരെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസ്മോന് പെർഫ്യൂം വാങ്ങാനാണ്. ഈ ചെറുക്കനാണെന്നുണ്ടെങ്കിൽ എപ്പോൾ ചെന്നാലും പെർഫ്യൂം, എനിക്കറിയത്തില്ല ഞാൻ പെർഫ്യൂമിൽ അതൊന്ന് കുളിക്കുന്നതിന്. അങ്ങനെ കടയിലുള്ള അങ്ങേരെയും കുറേ വെറുപ്പിച്ച് ലാസ്റ്റ് ഒരു 10-25 പെർഫ്യൂം ടെസ്റ്റ് നടത്തിയിട്ട് അവന് പെർഫ്യൂം കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ മണമെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് നേരെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത് വേറെ എങ്ങോട്ടുമല്ല പയ്യന്നൂർക്കാണ്. പയ്യന്നൂരിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് നല്ല അടാർ ഫുഡാണ്, നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഊണും നല്ല മീൻ പൊരിച്ചാണ്. മത്തി പൊരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. മാത്രമല്ല അവിടെ സെർവ് നിൽക്കുന്ന ടീംസ് നല്ല ബിഹേവിയറാണ് നമ്മുടെ അടുത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി മൈൻഡിലാണ് അവർ നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ നമ്മളെപ്പോൾ എന്തോ ഓർഡർ ആ സ്പോട്ടിൽ തന്നെ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ നൈസായിട്ട് കഴിച്ചു, ഇഷ്ടപ്പെട്ടു. ഫുഡ് എങ്ങനെ ഉണ്ടാ? അങ്ങനെ റെസ്റ്റോറൻറ്റ് ഇറങ്ങിയ ജിസ്മോൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോയി. എങ്ങോട്ടാണെന്നൊരു പിടുത്തമില്ല. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് പോസ്റ്റ് കിട്ടി. അങ്ങനെ പോസ്റ്റ് എടുത്തപ്പോൾ ഞാൻ ശരത്തിനോട് പറഞ്ഞ് ഈ ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്നില്ല ഞാൻ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തരാം. അങ്ങനെ മിതിച്ചേട്ടൻ്റെ കൂടെ ചെന്ന് നിൽക്കുകയും ചെയ്തു. പക്ഷേ ആൾ ഇൻവെർട്ടറാണല്ലോ, അതുകൊണ്ട് ഫോട്ടോ എടുക്കാനും ഒരേ എന്നാണ്. നിന്നങ്ങ് വെറുതെ ചിരിക്കുക. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് ജിസ്മോനിങ് തിരിച്ച് വരികയും ചെയ്തു. അപ്പോൾ ശരത്ത് പറഞ്ഞു എന്തായാലും വന്നല്ലേ നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്നുള്ള നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഹട്ടിലേക്കാണ്. അവിടെ ചെന്ന് കുറച്ച് നേരം മെനു എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇവിടുത്തെ വിലയും നമുക്ക് പെട്ടെന്ന് സെറ്റാകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഷോപ്പിലേക്ക് വിട്ടു. ചിക്കിങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിസ്മോനി ഇതൊന്നും പറ്റത്തില്ല, ജിസ്മോൻ അതൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ടാക്സി ഇട്ട് നിർത്തോട്ടെ. കാരണം ശരത്ത് അപ്പോഴത്തേക്ക് പറഞ്ഞു അവന് നല്ല ഉറക്കം വരുന്നുണ്ട്, അവന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉറങ്ങിയേ പറ്റും. അപ്പോൾ പിന്നെ വിചാരിച്ചെങ്കിൽ പിന്നെ ഇന്നത്തെ പർച്ചേസ് അങ്ങ് നിർത്താം. അങ്ങനെ ഞങ്ങൾ നേരെ ടാക്സി ഇട്ട് നിർത്തോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ കിട്ടിയ ടാക്സിക്കകത്ത് കയറി ജസ്റ്റ് അബുദാബിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നേരെ ഞങ്ങൾ അക്കോമഡേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ ഞങ്ങൾ അക്കോമഡേഷനിൽ എത്തിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ കാണാം. ബൈ.